So, good afternoon, friends. നമ്മൾ എവിടെയാണ് നിർത്തിയത്? ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. See, penalty for director who acts as a director after knowing that it became vacant. Penalty for director who acts as a director after knowing that it became vacant. Okay. അപ്പോൾ ഡയറക്ടർക്കുള്ള പെനാൽറ്റി അയാൾ അറിഞ്ഞുകൊണ്ട് അയാളുടെ ഓഫീസ് വേക്കന്റ് ആയി എന്ന് അറിഞ്ഞതിന് ശേഷം അയാൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ. So if a person who acts as a director after knowing that it has become vacant on account of any of the grounds in subsection 1, he shall be punishable with imprisonment up to 1 year or fine not less than rupees 1 lakh, which may extend to rupees 5 lakh or with both. അയാൾക്ക് ഉണ്ടാവുന്ന ഫൈൻ, അതായത് ഇവിടെ പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് എന്നുള്ളത് കട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സോ അയാൾക്ക് വരാവുന്ന ഫൈൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഗ്രൗണ്ട്സ്, അതായത് അയാള് അറിഞ്ഞുകൊണ്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യുകയാണ്. അയാളുടെ ഓഫീസ് വേക്കന്റ് ആയി എന്ന് പറഞ്ഞിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് വരാവുന്ന ഫൈൻ? ആഫ്റ്റർ നോയിങ് ദാറ്റ് ഇറ്റ് ഹാസ് ബിക്കം വേക്കന്റ് ആണ്, ഓൺ അക്കൗണ്ട് ഓഫ് എനി ഓഫ് ദ ഗ്രൗണ്ട്സ് മെൻഷൻ ഇൻ സബ്സെക്ഷൻ 1, ഇറ്റ് ഷാൽ ബി പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ്. അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഫൈൻ എത്രയാണ്? ഫൈൻ ഓഫ് നോട്ട് ലെസ് ദാൻ 1 lakh rupees. ഓക്കെ, വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 lakh വിത്ത് ബോത്ത്. അപ്പൊ ഇംപ്രിസൺമെന്റ് കളഞ്ഞതുകൊണ്ടാണ് ഇവിടെ വിത്ത് ബോത്ത് പോയത്. അപ്പോ ഫൈൻ 1 to 5 lakhs rupees. ഇതാണ് വരുന്ന ഡയറക്ടർക്ക് വരാവുന്ന പെനാൽറ്റി. ദെൻ അടുത്തത് റെമഡി വെയർ ഓൾ ഡയറക്ടേഴ്സ് വെക്കേറ്റ്. എല്ലാ ഡയറക്ടേഴ്സും വെക്കേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, എല്ലാ ഡയറക്ടേഴ്സും വെക്കേറ്റ് ആയാൽ ഒരു ഓഫീസിൽ, നമ്മളൊക്കെ അറിയാം 164 subsection 2 പ്രകാരം ആകുമ്പോൾ എല്ലാ ഡയറക്ടേഴ്സും വെക്കേറ്റ് ആവുന്ന സീനേറിയോ വരും. So where all the directors vacate their offices under any of the grounds stated above or resign, the promoter or in his absence, the central government shall appoint the required number of directors who shall hold the office till the directors are appointed by the company in general meeting. അതായത് ഒരു കമ്പനിയുടെ എല്ലാ ഡയറക്ടേഴ്സും വെക്കേറ്റ് ആയാൽ സെക്ഷൻ 164 subsection 2 ബിക്കോസ് ഓഫ് ദ കമ്പനീസ് ഡിഫോൾട്ട് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഡയറക്ടേഴ്സും വെക്കേറ്റ് ആവുന്ന ഒരു സീനിയറിയോ ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് സെക്ഷൻ 164 subsection 2. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒന്നുകിൽ സെൻട്രൽ ഗവൺമെന്റ് അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ ആബ്സെൻസിൽ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. ആ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. ആ ഡയറക്ടേഴ്സ് അടുത്ത ജനറൽ മീറ്റിംഗിൽ മെമ്പേഴ്സ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് വരെ ഈ പ്രൊമോട്ടേഴ്സോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് കണ്ടിന്യൂ ചെയ്യും. കാരണം എല്ലാ ഡയറക്ടേഴ്സും വെക്കേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടെ കാര്യങ്ങൾ നടന്നു പോകണമല്ലോ. അതാണ് അതിന്റെ കാരണം. അടുത്തത് പ്രൈവറ്റ് കമ്പനി മേ പ്രൊവൈഡ് അഡീഷണൽ ഗ്രൗണ്ട്സ് ഫോർ വെക്കേഷൻ ഓഫ് ഡയറക്ടർഷിപ്പ്. അതായത് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണമെങ്കിൽ അതിന്റെ ആർട്ടിക്കിൾസിൽ ഡയറക്ടേഴ്സിന്റെ വെക്കേഷനുമായി സംബന്ധിച്ച്, ഓഫീസ് വെക്കേറ്റ് ചെയ്യുന്നതുമായി സംബന്ധിച്ച് അഡീഷണൽ പ്രൊവിഷൻസ് കൊടുക്കാം. അഡീഷണൽ പ്രൊവിഷൻസ് പറഞ്ഞാൽ കമ്പനീസ് ആക്ടിൽ പറഞ്ഞത് കൂടാതെയുള്ള അഡീഷണൽ പ്രൊവിഷൻസ് അവർക്ക് കൂടുതൽ കൊടുക്കാം. ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, കമ്പനീസ് ആക്ടിൽ പറയുന്നത്, ഒരു ലോയിൽ പറയുന്നത് മിനിമം റിക്വയർമെന്റ്സ് ആണ്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതാണ്, ഒന്നും കൂടി സ്ട്രിക്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അഡീഷണൽ ഗ്രൗണ്ട്സ് വേണമെങ്കിൽ കൊടുക്കാം. ഇന്ന കാരണങ്ങൾ, അതായത് ആക്ടിൽ പറയാത്ത ഇന്ന കാരണങ്ങൾ കൊണ്ടുകൂടി ഡയറക്ടറുടെ ഓഫീസ് വെക്കേറ്റ് ആകും എന്ന് പറയാം എന്നാണ് പറഞ്ഞത്. The section is silent about 12 months of absence of financial year or calendar year. നമ്മൾ പറയുന്നുണ്ട്, അതായത് ഒരു ഡയറക്ടർ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ 12 months, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഒരു ഡയറക്ടർ 12 months ഉള്ള കാലയളവിൽ നടക്കുന്ന ഒരു മീറ്റിംഗിലും, 12 മാസത്തെ കാലയളവിൽ നടക്കുന്ന ഒരു മീറ്റിംഗിലും പങ്കെടുക്കാതിരുന്നാൽ ആ ഡയറക്ടർ വെക്കേറ്റഡ് ആവും. ഐദർ വിത്ത് ഓർ വിത്തൗട്ട് ലീവ് ഓഫ് ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ ആ ഡയറക്ടർ അപ്ലൈ ചെയ്തിട്ടാണ്, അതായത് ഞാൻ അടുത്ത ഒരു വർഷത്തെ ഒരു മീറ്റിംഗിലും പങ്കെടുക്കില്ല എന്ന് ബാക്കിയുള്ളവരെ അറിയിച്ചുകൊണ്ടാണെങ്കിലും അവരുടെ സമ്മതം മേടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും, അതാണ് ഐദർ വിത്ത് ഓർ വിത്തൗട്ട് ലീവ് ഓഫ് ആബ്സെൻസ് ആണെങ്കിലും അല്ലെങ്കിലും, ഇനി അങ്ങനെ അറിയിച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും 12 മാസ കാലയളവിൽ നടക്കുന്ന ഒരു മീറ്റിംഗിലും ഒരു ഡയറക്ടർ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ആ ഡയറക്ടറുടെ ഓഫീസ് വെക്കേറ്റ് ആവും. പക്ഷെ ഈ 12 മാസം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ ആണോ കലണ്ടർ ഇയർ ആണോ എന്ന് ആക്ച്വലി പറയുന്നില്ല. അപ്പോൾ അത് ഏതാണ് ആ 12 മാസക്കാലം? അതാണ് ഇവിടെ പറയുന്നത്.
സി ആൻഡ് സെക്ഷൻ ഈസ് ഓൾസോ സൈലന്റ്. ഇവിടെ 12 മാസത്തെ കുറിച്ച് പറയുന്നില്ല, ഫിനാൻഷ്യൽ ഇയർ ആണോ കലണ്ടർ ഇയർ ആണോ. ആൻഡ് സെക്ഷൻ ഈസ് ഓൾസോ സൈലന്റ് അബൌട്ട് ഫ്രം വിച്ച് ഡേറ്റ് ഇറ്റ് ഷാൽ ബി കാൽക്കുലേറ്റഡ്. ഏത് ഡേറ്റിൽ നിന്നാണ് ഈ 12 മാസം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നും പറയുന്നില്ല. Thus, the 12 months period can start from the date of first board meeting from which he is absent. അതായത് ഏത് ബോർഡ് മീറ്റിംഗ് മുതൽ ആണോ ഒരു പർട്ടിക്കുലർ ഡയറക്ടർ ആബ്സെന്റ് ആവണത്, 12 മാസം ആബ്സെന്റ് ആവണത്. 12 മാസത്തിൽ ഓരോ മാസം മീറ്റിംഗ് ഉണ്ടാവണമെന്നില്ല, 12 മാസത്തിൽ ഓരോ മാസം മീറ്റിംഗിൽ ഉണ്ടാവുകയും ചെയ്യാം. അപ്പൊ 12 മാസത്തെ കാലയളവിലുള്ള മീറ്റിംഗ്, എത്ര മീറ്റിംഗ് ആണോ നടന്നത് അത്ര മീറ്റിംഗ്. ഇപ്പൊ 4 മീറ്റിംഗ് ആണ് നടന്നെങ്കിൽ 4 മീറ്റിംഗ് മിനിമം നടക്കണം, ബോർഡ് മീറ്റിംഗ്, അത് ലോ പറയുന്നുണ്ട്. 4 മീറ്റിംഗ് ആണ് നടന്നെങ്കിൽ ആ 4 മീറ്റിംഗിലും പങ്കെടുത്തില്ലെങ്കിൽ, അതല്ല ഇനി ഓരോ മാസം ഓരോ മീറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റിംഗിലും പങ്കെടുത്തിട്ടില്ലെങ്കിൽ. അപ്പൊ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് അയാൾ എന്നാണോ ആബ്സെന്റ് ആയത് അവിടുന്ന് പിന്നെ 12 മാസ കാലയളവിൽ ഒരിക്കലും അയാൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് മുതലാണ് കണക്കാക്കേണ്ടത്. അതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഡയറക്ടർ attends the board meeting on 25th June 2020. Next board meeting is on 25th August 2020. അപ്പോ ഇയാള് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് 25th. അപ്പൊ 25th മുതൽ കണക്കാക്കേണ്ട ആവശ്യമില്ല, അത് അറ്റൻഡ് ചെയ്തു. അടുത്ത ബോർഡ് മീറ്റിംഗ് വന്നത് 25th ഓഗസ്റ്റിലാണ്. ഫ്രം വെയർ ഹി ഈസ് ആബ്സെന്റ്, അത് മുതൽ അയാൾ ആബ്സെന്റ് ആവാൻ തുടങ്ങി. അതായത് 25th ഓഗസ്റ്റ് മുതൽ അയാൾ ആബ്സെന്റ് ആവും എന്ന് അടുത്ത 12 മാസം. ആൻഡ് വിൽ സ്റ്റാർട്ട് 20. അപ്പൊ ഇന്ന് മുതൽ തുടങ്ങും 25th ഓഗസ്റ്റ് മുതൽ വേണം ആ ഒരു വർഷം ഈ 12 മാസം കണക്കാക്കാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ദീസ് 12 months is to be calculated from 25th August because he has not attended the board meeting from 25th August 2020. So that 12 months will be calculated from 25th August 2020 and ends on 24th August 2021. തൊട്ട് തലേ ദിവസം വരെ, പലരും ഇവിടെയും 25th പറയും, അതല്ല, തൊട്ട് തലേ ദിവസം വരുമ്പോൾ 365 ദിവസം തികയും, അതാണ്. ഓക്കെ, അപ്പൊ അടുത്ത 25th വരുമ്പോൾ പിന്നത്തെ വർഷം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു 12 മാസ കാലയളവിൽ ആണ് അയാള് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതിരുന്നെങ്കിൽ അതിനെയാണ് ഈ 12 months എന്ന് പറയുന്നത്. ബട്ട് ദ ആക്ട് ഡസിംഗ് മെൻഷൻ അബൌട്ട് ദിസ് 12 months ആസ് വെദർ ഇറ്റ് ഈസ് ഫൈനാൻഷ്യൽ ഇയർ ഓർ കലണ്ടർ ഇയർ. ഓക്കെ, കേസ് ലോസ് നോക്കൂ. ദ ടെക്സ്റ്റ് ആബ്സെൻസ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ, ആബ്സെൻസ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ. ഓക്കെ, കൺഫേംസ് ഡെലിബറേറ്റ് ഓർ വോളണ്ടറി ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടിയോ അല്ലെങ്കിൽ സ്വമേധയോ കരുതിക്കൂട്ടി ചെയ്യാണ്. ദസ് ആബ്സെൻസ് ഡ്യൂ ടു ഇൻവോളണ്ടറി, ഇവിടെ ആബ്സെൻസ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ് ഓർ വോളണ്ടറി ആണ്, കരുതിക്കൂട്ടി ചെയ്യുന്ന. ദസ് ആബ്സെൻസ് ഡ്യൂ ടു ഇൻവോളണ്ടറി ആക്ട് സച്ച് ആസ് ഇൽനെസ്, അസുഖമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. ടെമ്പററി ഡിസബിലിറ്റി, ഓക്കെ, എത്താൻ പറ്റാത്ത അത് വരുന്നു. നമ്മള് ബെഡ് റിഡനായി, പിന്നെ കാലിനോ കയ്യിനോ എന്തെങ്കിലും പരിക്ക് പറ്റി സാരമായിട്ട്, ഡ്യൂ ടു ആക്സിഡന്റ് ഓർ ഡ്യൂ ടു കോസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ഡയറക്ടർ വിൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ ദ ഗ്രൗണ്ട് ഓഫ് വെക്കേഷൻ ഓഫ് ഓഫീസ്. അപ്പോ ഇൻവോളണ്ടറി ആക്ട് കൊണ്ടാണെങ്കിൽ ദാറ്റ് ഇസ് ബിയോണ്ട് ദ കൺട്രോൾ. ഇൻവോളണ്ടറി ആക്ട് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദി ഡയറക്ടർ. ഹി കനോട്ട് അറ്റൻഡ്, ഹി വാണ്ട്സ് ടു അറ്റൻഡ് ബട്ട് ഹി കനോട്ട് അറ്റൻഡ്. അങ്ങനെയുള്ള കേസിൽ എന്താണ്, അതില് എന്താവില്ല, വെക്കേഷൻ അപ്ലിക്കബിൾ ആവില്ല എന്നാണ് പറഞ്ഞത്. ദാറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ എ ഗ്രൗണ്ട് ഓഫ് വെക്കേഷൻ. അത് ഏത് കേസിലാണ് പറഞ്ഞിരിക്കുന്നത്? ലണ്ടൻ ആൻഡ് നോർത്തേൺ ബാങ്ക്, ഓക്കെ, മാക്സ് ക്ലെയിംസ് എന്ന് പറഞ്ഞ കേസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് ലോയിലുള്ള കേസും പറയാറുണ്ട്. ഓക്കെ, നൗ നമ്മള് ചാർട്ട് ആണ് നമ്പർ ഓഫ് ഡയറക്ടർഷിപ്സ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ ഒരു സിമ്പിൾ ചാർട്ടിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചാർട്ടിൽ ഇട്ടിരിക്കുന്നത്. 1 second. യെസ്, സെക്ഷൻ 165. സെക്ഷൻ 165 സബ്സെക്ഷൻ 1, മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 20 ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതില് പബ്ലിക് കമ്പനി മാക്സിമം 10 പബ്ലിക് കമ്പനി ആവാം. പബ്ലിക് കമ്പനി, ഹോൾഡിംഗ് ഓഫ് പബ്ലിക് കമ്പനി ഹോൾഡിംഗ്, ദാറ്റ് ഈസ് കമ്പനി, ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡിയറി ഓഫ് പബ്ലിക് കമ്പനി. ഇവിടെ അസോസിയേറ്റ് കമ്പനി ഇല്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, CASH, ക്യാഷ് എന്ന് പറയാം. കമ്പനി ഇവിടെ A ഇല്ല, സബ്സിഡിയറി കമ്പനി, ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, ഓർക്കുക. ദെൻ റിമൈനിങ് അതർ കമ്പനീസ്, അതിൽ ഏതൊക്കെയാണ്? പ്രൈവറ്റ്, സെക്ഷൻ 8 കമ്പനീസ്, 1-person കമ്പനി, സ്മോൾ കമ്പനീസ്. ഓക്കെ, ഇതെല്ലാം ബ്രീഫ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളത് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലാണ് നിങ്ങൾ പഠിക്കുക അതിന്റെ ഡീറ്റെയിൽ ആയിട്ട്. ദെൻ സെക്ഷൻ 165, മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടർഷിപ്സ്. See, no person after commencement of this act, means Companies Act 2013, of this act shall hold office as a director, including any alternate directorship in more than 20 companies at the same time. Alternate directorship എന്താണെന്ന് നമുക്കറിയാം. എന്താണ് alternate directorship? Means ഒരു
കമ്പനിയുടെ അറിയില്ലെങ്കിൽ ഇതാ ഇപ്പൊ ബ്രീഫ് ആയിട്ട് പറയാം. ഓൾട്ടർനേറ്റ് ഡയറക്ടർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ടർ 3 മാസത്തിൽ കുറയാത്ത ഒരു പീരീഡിന്, 3 മാസത്തിൽ നോട്ട് ലെസ് ദാൻ 3 months കുറയാത്ത ഒരു പീരീഡിന് അദ്ദേഹം വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ, ഒരു ഡയറക്ടർ അദ്ദേഹം 3 മാസത്തിൽ കുറയാത്ത ഒരു കാലത്തേക്ക് വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് പകരം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്ന ഡയറക്ടറെ ആണ് ഓൾട്ടർനേറ്റ് ഡയറക്ടർ എന്ന് പറയുക. അപ്പൊ അതടക്കം ആണ് ഇവിടെ ഏത് 20 കമ്പനീസ് അറ്റ് ദ സെയിം ടൈം. അതടക്കം ആണ് 20 കമ്പനീസ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിംഗ്. Okay, provided that the maximum number of public companies in which a person can be appointed as a director shall not exceed 10. നേരത്തെ പറഞ്ഞു അതിൽ 10 പബ്ലിക് കമ്പനി പാടുള്ളൂ, 10 പബ്ലിക് കമ്പനീസേ പാടുള്ളൂ. Then for reckoning, that means for calculating the limit of public companies in which a person can be appointed as a director, directorship in private companies that are holding or subsidiary of a public company shall be included. നിങ്ങൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഈ 10 പബ്ലിക് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ടോട്ടൽ നമുക്ക് 20 പബ്ലിക് കമ്പനി ആവാം. അതിൽ 10 പബ്ലിക് കമ്പനീസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ 10 പബ്ലിക് കമ്പനീസിൽ നമ്മൾ പ്രൈവറ്റ് കമ്പനി എന്ന് വരുമ്പോൾ ശരിക്കും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം പരീക്ഷയ്ക്ക്. കാരണം പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇഫ് എ പ്രൈവറ്റ് കമ്പനി ഈസ് എ ഹോൾഡിംഗ് കമ്പനി ഓഫ് അനദർ പബ്ലിക് കമ്പനി, അതായത് പബ്ലിക് കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനി ഓഫ് പബ്ലിക് കമ്പനി, ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ ഒരു പബ്ലിക് കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനി ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനി ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ആ പ്രൈവറ്റ് കമ്പനിയെ പബ്ലിക് കമ്പനി ആയിട്ടാണ് കണക്കാക്കുക. ഒന്നുകൂടി പറയാം, ഒരു പബ്ലിക് കമ്പനി ആ പബ്ലിക് കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയാണ് പബ്ലിക് കമ്പനി, സബ്സിഡിയറി ഓഫ് പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പൊ പ്രൈവറ്റ് കമ്പനി എന്താണ്? ഹോൾഡിംഗ് കമ്പനി ഓഫ് ദിസ് പബ്ലിക് കമ്പനിയാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രൈവറ്റ് കമ്പനിയെ എന്ത് ചെയ്യും? പബ്ലിക് കമ്പനി ആയിട്ടാണ് കണക്കാക്കുക. അതേപോലെ തന്നെ ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് കമ്പനിയെയും പബ്ലിക് കമ്പനി ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ നമ്മൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ചാടി അത് എക്സ്ക്ലൂഡ് 10ൽ പെടില്ല എന്ന് വിചാരിക്കരുത്. അതെ, സബ്സിഡിയറി ആണോ ഹോൾഡിംഗ് കമ്പനി ആണോ പബ്ലിക് കമ്പനിയുടെ എന്ന് നോക്കണം എന്നർത്ഥം. നൗ ഫോർ റെക്കണിംഗ് ദ ലിമിറ്റ് ഓഫ് ഡയറക്ടർഷിപ്സ് ഈ 20, the directorship in a dormant company. എന്താ dormant company? Dormant company means sleeping company. That means something like inactive company, സ്ലീപ്പിംഗ് കമ്പനി. സെക്ഷൻ 455 ഓഫ് കമ്പനീസ് ആക്ട് ആണ് ഡോർമന്റ് കമ്പനിയെ കുറിച്ച് പറയുന്നത്, ഇൻആക്റ്റീവ് കമ്പനി. അപ്പോൾ അത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതായത് കമ്പനി ഫോം ചെയ്തിട്ടും 2 വർഷമായിട്ട് ചിലപ്പോൾ റിട്ടേൺ ഒന്നും ഫൈനൽ ഇല്ല, കമ്പനിയിൽ ഓപ്പറേഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളെയാണ് ഡോർമന്റ് കമ്പനി പറയുക, ബ്രീഫ് ആയിട്ട്. നോ ഓക്കെ, ദെൻ സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 1, the members of a company may by special resolution, എന്താ സ്പെഷ്യൽ റെസൊല്യൂഷൻ നിങ്ങൾക്കറിയാം, specify any lesser number of companies in which a director of the company may act as director. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 20 കമ്പനി വരെ എന്ന ആക്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടി സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഒരു കമ്പനിക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഒരു കമ്പനിക്ക് പറയാം, ഞങ്ങളുടെ ഡയറക്ടർമാർക്ക് 20 കമ്പനിയിൽ പറ്റില്ല, അതിലും കുറച്ച് കമ്പനിയിൽ മാത്രമേ വേറെ കമ്പനികളിൽ ഡയറക്ടർ ആവാൻ പറ്റുള്ളൂ, ടോട്ടൽ 20 പറ്റില്ല എന്ന് വേണമെങ്കിൽ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ഡയറക്ടർക്ക് അത്രേ പറ്റുള്ളൂ. ഒരു കമ്പനി പറയാം 15 ഡയറക്ടറെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ 15 കമ്പനികളിൽ വരെ ഡയറക്ടർ ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആക്കാം ബൈ പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഓക്കെ, നൗ any person holding office as a director in companies more than the limits as specified in subsection 1, അതായത് അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഒരാള് ഈ പറഞ്ഞ കമ്പനി പറഞ്ഞിരിക്കുന്ന എണ്ണത്തെക്കാൾ കൂടുതൽ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് എന്ന് പറഞ്ഞാൽ 2013 ആക്ട് തുടങ്ങുന്നതിന് മുമ്പ്, 2013 ഇഫക്റ്റീവ് ആയത് 1 April 2014 ആക്ട് 2013 ദ ആക്ട് ശരിക്കും ഇഫക്റ്റീവ് ആയിട്ട് വന്നത് 2014 ആണ്. അപ്പോ ഈ ആക്ട് നിലവിൽ വരുമ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് 1956 അപ്പോ ഈ ആക്ട് നിലവിൽ വരുമ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഡയറക്ടർമാർ ഇതിൽ കൂടുതൽ, അതായത് 20 കമ്പനികളിൽ കൂടുതൽ ഡയറക്ടർഷിപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ഷാൽ വിത്തിൻ എ പീരിയഡ് ഓഫ് 1 year, 1 വർഷത്തിനകം ഫ്രം സച്ച് കമൻസ്മെന്റ് അവരെന്ത് ചെയ്യണം? Choose not more than the specified limit of those companies. Choose not more than the specified limit of those companies. പറഞ്ഞാൽ 20, അതിൽ കൂടുതൽ ചൂസ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ഒരാൾ 25
കമ്പനിയിൽ ഡയറക്ടറായിട്ട് ഇരിക്കുന്നുണ്ടാവാം. അപ്പൊ അവരെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ 5 കമ്പനികൾ ഏത് വേണം ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ഏത് കമ്പനിയിൽ തുടരണം എന്നവർ തീരുമാനിക്കണം. ആസ് കമ്പനീസ് ഇൻ വിച്ച് ഹി വിഷസ് ടു കണ്ടിന്യൂ. അപ്പൊ അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടാണ്. ഏത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ 25 എത്ര എണ്ണത്തിൽ കണ്ടിന്യൂ ചെയ്യണം, അതായത് 20 എണ്ണത്തിനെ പറ്റുള്ളൂ. അപ്പൊ ബാക്കി 5 എണ്ണം ഒഴിവാക്കണം. ഓക്കെ, ഇനി 20 താഴെയാലും കുഴപ്പമില്ല. അപ്പോ അതാണ്. അപ്പോ ഈ ആക്ട് തുടങ്ങുമ്പോൾ, ദിസ് ആക്ട്, കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് മീൻസ് കമ്പനീസ് ആക്ട് 2013 തുടങ്ങുമ്പോൾ നിലവിലുള്ള കമ്പനികൾ, അതായത് കമ്പനീസ് ആക്ട് 1956 ഫോം ചെയ്തിട്ടുള്ള കമ്പനി ആ ആക്ടിന്റെ അണ്ടറിൽ ഫോം ചെയ്ത കമ്പനികളിലെ ഡയറക്ടേഴ്സ്, അത് ചിലപ്പോൾ 20 എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അത് 20ലേക്ക് എന്ത് ചെയ്യണം, കുറയ്ക്കണം, അല്ലെങ്കിൽ അതിന് താഴേക്ക് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. റിസൈൻ ഈസ് ഓഫീസ് ആസ് ഡയറക്ടർ ഇൻ അതർ റിമൈനിങ് കമ്പനീസ്. അപ്പോ എന്താണ് പറഞ്ഞത് ഇവിടെ, എന്താ പറഞ്ഞത്, ഏത് കമ്പനികളിൽ ഏത് 20 എണ്ണത്തിൽ തുടരണം എന്നൊരാൾ തീരുമാനിച്ചാൽ ബാക്കിയുള്ള 5 എണ്ണത്തിൽ നിന്ന് അയാൾ റിസൈൻ ചെയ്യണം. ആൻഡ് ഇന്റിമേറ്റ് ദ ചോയ്സ് മെയ്ഡ് ബൈ ഹിം അണ്ടർ ക്ലോസ് എ ടു ഈച്ച് ഓഫ് ദ കമ്പനീസ് ഇൻ വിച്ച് ഹി വാസ് തുടരുന്നത് ആ കമ്പനികളെയും അതേപോലെ തന്നെ രജിസ്ട്രാർ ഹാവിംഗ് ജൂരിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനിയുടെയും അധികാര പരിധിയിലുള്ള, എല്ലാം ഒരേ സ്റ്റേറ്റിലാവണം എന്നില്ല. അപ്പൊ ഡിഫറെന്റ് സ്റ്റേറ്റ്സിലും അയാൾ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് സ്റ്റേറ്റ്സിലുള്ള കമ്പനികളിൽ ആയിരിക്കും എന്താ പറയുക, അദ്ദേഹം ഡയറക്ടറായിട്ട് ഇരിക്കുക. അപ്പോ ഓരോ സ്റ്റേറ്റിന്റെ രജിസ്ട്രാർ ഉണ്ട്, അതാത് സ്റ്റേറ്റിലുള്ള രജിസ്ട്രാറെ അറിയിക്കുകയും വേണം, ഈ കമ്പനികളിൽ ഞാൻ തുടരുന്നുണ്ട്, ഞാൻ ഓൾറെഡി ഐ വാസ് ഹോൾഡിംഗ് മോർ ദാൻ 20 കമ്പനീസ്. അപ്പോ ഇത് ഈ കമ്പനികളിലാണ്, ഈ 20 കമ്പനികളിലാണ്. അപ്പൊ തുടരുന്ന കമ്പനികളെയും അറിയിക്കണം, അതേപോലെ രജിസ്ട്രാറിനെയും അറിയിക്കണം. Now, any resignation made in pursuance of clause B. അപ്പോ 5 കമ്പനിയിൽ നിന്ന് ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ റിസൈൻ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോ any resignation made in pursuance of clause B of subsection 3 shall become effective immediately on the dispatch thereof to the company concerned. അപ്പൊ റിസൈൻ ചെയ്തിട്ട് ആ ലെറ്റർ അയച്ച മുതൽ അത് ഇഫക്റ്റീവ് ആവും, റെസിഗ്നേഷൻ ഇഫക്റ്റീവ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, ബാക്കി 5 കമ്പനികളിൽ ഞാൻ ഉദാഹരണമാണ് കേട്ടോ പറഞ്ഞത് 25 എന്നുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. No such person shall act as director in more than the specified number of companies. അപ്പൊ 20 എണ്ണത്തിൽ കൂടുതൽ ആരും ഡയറക്ടർമാരായിട്ട് ഒരു കമ്പനിയിലും ഇരിക്കാൻ പാടില്ല. Then after dispatching the registration of his office as director or non-executive director, okay, executive director means a director who is in the full-time employment of the company. Non-executive director means അവര് കൂടുതൽ ഇൻവോൾവ് ചെയ്യില്ല മാനേജ്മെന്റ് ഓഫീസിൽ, അവർ വരികയും പോവുകയും ചെയ്യും, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, അങ്ങനെയാണ്. So after dispatching the registration of his office as director or non-executive director thereof in pursuance of clause B of subsection 3 or after the expiry of 1 year from the commencement of this act whichever is earlier. അതാണ്. അപ്പോ ഇതിൽ ഏതാണോ whichever is earlier, ഇതിൽ ഏതാണോ വരുന്നത്, ആഫ്റ്റർ ഡിസ്പാച്ചിങ് ദ resignation of his office as a director, non-office director thereof in pursuance of clause B. അങ്ങനെയാണെങ്കിൽ ഓക്കെ, റെസിഗ്നേഷൻ ഓക്കെ, അതോ അല്ലെങ്കിൽ ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് 1 year ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് whichever is earlier, ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അന്ന് മുതൽ അയാള് എന്താവില്ല, ആ സ്പെസിഫൈഡ് നമ്പർ ഓഫ് കമ്പനീസിന്റെ മുകളിൽ ഡയറക്ടറായിട്ട് ഇരിക്കാൻ പാടില്ല. Now, if a person accepts an appointment as a director in violation of this section, ഇനി ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ ആക്ടിന്റെ ഈ പറഞ്ഞ പോയിന്റിനെ വയലേറ്റ് ചെയ്തുകൊണ്ട്, അല്ലാതെ ഫോളോ ചെയ്യാതെ അല്ലെങ്കിൽ പാലിക്കാതെ അയാൾ എന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്താൽ, അപ്പോയിന്റ്മെന്റ് ആസ് എ ഡയറക്ടർ ആക്സെപ്റ്റ് ചെയ്താൽ, ഹി ഷാൽ ബി ലയബിൾ ടു എ പെനാൽറ്റി ഓഫ് 2000 rupees. നിങ്ങളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫിഗറിൽ എഴുതി വെക്കണം വേർഡ്സ്, കാരണം ഇതായിരിക്കും പരീക്ഷയ്ക്ക് ഓർമ്മ. 2000 rupees for each day after the first failure, ഓരോ ദിവസത്തിനും, during which such violation continues. അപ്പോ ആ വയലേഷൻ കണ്ടിന്യൂ, അപ്പൊ മോളിൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് 20 എണ്ണത്തിന് മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഡയറക്ടർ. അപ്പൊ അത് കുറയ്ക്കുന്നത് വരെ എന്ത് ചെയ്യും, ഓരോ ദിവസത്തിനും 2000 രൂപ വീതം ഫൈന് ആ വ്യക്തിക്ക് വരും. ആൻഡ് സബ്ജക്ട് ടു എ മാക്സിമം ഓഫ് ₹2 lakhs. അത് എത്ര വരെ പോകും, മാക്സിമം ഫൈൻ 2 ലക്ഷം രൂപ വരെ പോകും എന്നാണ് പറഞ്ഞത്. അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോയിന്റ്മെന്റ് ആൻഡ് റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോയിന്റ്മെന്റ് നമ്മള് സെക്ഷൻ 152 അപ്പോയിന്റ്മെന്റ് വരുന്നത്. ഓക്കെ, അപ്പോയിന്റ്മെന്റ് സെക്ഷൻ 152 ആണ്. ആൻഡ് റെഗുലേഷൻ 60 ഓഫ് ടേബിൾ എഫ്. Then retirement of directors and filling of vacancies, section 152 തന്നെ. Then appointment of person other than retiring director, section 152. Proportional representation എല്ലാം നമുക്ക് പഠിക്കാം, 163. And small shareholders, section 151.
ദെൻ ഇതെല്ലാം പഠിക്കാം നമുക്ക്. അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ബോർഡ്. അപ്പോയിന്റ്മെന്റ് ജസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുകയാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പോയിന്റ്മെന്റ് ഓഫ് എൻ അഡീഷണൽ ഡയറക്ടർ. അഡീഷണൽ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്ന ഡയറക്ടർക്കാണ് അഡീഷണൽ ഡയറക്ടർ എന്ന് പറയുക. അപ്പോയിന്റ്മെന്റ് ഓഫ് എ ഡയറക്ടർ ബൈ ഫില്ലിംഗ് എ കാഷ്വൽ വേക്കൻസി. കാഷ്വൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. ബട്ട് എനി വേക്കൻസി വിച്ച് ഈസ് കോസ്റ്റ് ഡ്യൂ ടു ഡെത്ത്, റെസിഗ്നേഷൻ എക്സെട്ര ഈസ് ടേംഡ് ആസ് കാഷ്വൽ വേക്കൻസി. ഒരു ഡയറക്ടർ മരിക്കുകയോ അല്ലെങ്കിൽ റിസൈൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡയറക്ടറുടെ ഒഴിവ് വരുന്നതിനാണ് കാഷ്വൽ വേക്കൻസി എന്ന് പറയുന്നത്. ദാറ്റ് കാഷ്വൽ വേക്കൻസി ഹാസ് നോട്ട് ബീൻ ഡിഫൈൻഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് സെക്ഷൻ 161 സബ്സെക്ഷൻ 4. ദെൻ അപ്പോയിന്റ്മെന്റ് ഓഫ് എൻ ഓൾട്ടർനേറ്റ് ഡയറക്ടർ. ഓൾട്ടർനേറ്റ് ഡയറക്ടർ ഞാൻ നേരത്തെ പറഞ്ഞു ആരാണെന്നുള്ളത്. ഒരു ഡയറക്ടർ 3 മാസത്തിൽ കുറയാത്തൊരു കാലത്തിന് 3 മാസത്തേക്കോ അല്ലെങ്കിൽ അതിൽ മുകളിലേക്കോ വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ അതിന് പകരം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്ന ഡയറക്ടറെ ആണ് ഓൾട്ടർനേറ്റ് ഡയറക്ടർ എന്ന് പറയാം. Then the directors appointed by third parties called nominee directors. ആരാ നോമിനി ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, നോമിനി ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഡയറക്ടർ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാങ്ക് സേ ദേ ആർ ഗിവിംഗ് ലോൺ ടു എ കമ്പനി സേ 3,000 crores of rupees. അപ്പോൾ ചിലപ്പോൾ പറയും ഫിനാൻസ് കൊടുക്കുകയാണ്. ആര്? പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ബാങ്കോ ഏതെങ്കിലും ബാങ്കോ എന്ത് ചെയ്യും? ഒരു കമ്പനിക്ക് ലോൺ കൊടുക്കുകയാണെങ്കിൽ സേ 3,000 crores ഫോർ എക്സാമ്പിൾ ആണ് കേട്ടോ ഇത് പറയുന്നത്. അപ്പോ ആ 3,000 ഞാനിത് എക്സാമ്പിൾ ആണ് പറയുന്നത് എന്ന് എടുത്തു പറയാൻ കാരണം എന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. കാരണം ചിലവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ ഇത് ഇവിടെയാണല്ലോ പറഞ്ഞത്. അപ്പൊ സാറ് പറഞ്ഞു 3,000 crores rupeesന്റെ മുകളിൽ, അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല, ഇതൊരു എക്സാമ്പിൾ ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ബാങ്കുകളോ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയും അങ്ങനെയാവും. പക്ഷെ ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് മാത്രം, ഒരു ഫിഗർ. നോ 3,000 crores rupees കൊടുത്തു വിചാരിക്കും ഒരു ബാങ്ക് അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു കമ്പനിക്ക് സേ എക്സ് ലിമിറ്റഡ്. അപ്പോ ഈ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാങ്ക് ചിലപ്പോൾ ഒരു കണ്ടീഷൻ വെക്കും. എന്താണ്? ഞങ്ങളുടെ ഒരു പ്രതിനിധി എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെയോ അല്ലെങ്കിൽ ആ ലോൺ കൊടുത്ത പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രതിനിധി ഈ എക്സ് ലിമിറ്റഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അംഗമാകണം എന്നൊരു കണ്ടീഷൻ മുന്നോട്ട് വെക്കും. അപ്പോ ഈ കമ്പനിക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ 3,000 കോടി കിട്ടണമെങ്കിൽ ദിസ് കണ്ടീഷൻ ഹാസ് ടു ബി ഫോളോഡ്. അങ്ങനെ ഒരു പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ ബാങ്കിന്റെയോ പ്രതിനിധിയെ ഒരു കമ്പനിയുടെ ബോർഡിൽ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡയറക്ടേഴ്സിനെ ആണ് സാധാരണയായിട്ട് നോമിനി ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. വൺ ഹു ഈസ് നോമിനേറ്റഡ് ബൈ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ബാങ്ക്. ഓക്കെ, നൗ കം ടു സെക്ഷൻ 152 അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ്. സി ദ ബെയറാക്ട് ലാംഗ്വേജ്. ഈ ബെയറാക്ട് എന്റെ സിംപ്ലിഫൈഡ് ഫോം ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് സിംപ്ലിഫൈഡ് ഫോമിലൂടെ മനസ്സിലാക്കാം. ബെയറാക്ട് ഇട്ടത് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതിന്റെ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് പോകാം. സിംപ്ലിഫൈഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സെക്ഷൻ 152. സിംപ്ലിഫൈഡ് ഇന്റർപ്രിട്ടേഷൻ. General provisions relating to appointment of directors. 152. Following are the general provisions relating to appointment of directors. ഒന്ന്, ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഒന്ന് ഡിൻ കമ്പൽസറി ആണ്. ഒരു ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഡിൻ കമ്പൽസറി ആണ്. ഡിൻ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. അത് സെൻട്രൽ ഗവൺമെന്റിന് അപ്ലൈ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന് അപ്ലൈ ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റ് അലോട്ട് ചെയ്യുന്ന ഇതാണ്. എത്ര കമ്പനി ഉണ്ടെങ്കിലും ഓരോ കമ്പനിക്കും ഓരോ ഡിൻ ഉണ്ടാവില്ല. എത്ര കമ്പനി ഉണ്ടെങ്കിലും ഒരാൾക്ക് 20 കമ്പനിയിൽ മാക്സിമം 20 കമ്പനിയിൽ ഡയറക്ടറായിട്ട് ഇരിക്കാന്ന് വെക്കുക. പക്ഷെ ഡിൻ ഒന്നേ ഉണ്ടാവുള്ളൂ. Then every person proposed to be appointed, every person proposed to be appointed as a director shall furnish his director identification number, അതായത് DIN, and a declaration that he is not disqualified to become a director under the act. എന്ത് ചെയ്യണം? ഒരു ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ, പ്രപ്പോസ് ടു ബി അപ്പോയിന്റഡ് ആസ് എ ഡയറക്ടർ, ഒരു കമ്പനിയിൽ ഒരു ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ഡിന്നും അതേപോലെ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ആ ഡിക്ലറേഷനിൽ എന്താണ് പറയുന്നത്? ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ടു ബിക്കം എ ഡയറക്ടർ അണ്ടർ ദി ആക്ട്. അയാള് ഡയറക്ടർ ആയിട്ട് ആക്ട് ചെയ്യാൻ ഡിസ്ക്വാളിഫൈഡ് അല്ല. നമ്മളത് പഠിച്ചിട്ടുണ്ട് സെക്ഷൻ 164 സബ്സെക്ഷൻ 1 അയാള് ഡിസ്ക്വാളിഫൈഡ് ആവില്ല എന്ന് പറയണം. ദാറ്റ് മീൻസ് ഞാൻ എലിജിബിൾ ആണ്, എലിജിബിൾ ടു ബി ഗെറ്റ് അപ്പോയിന്റഡ് ആസ് എ ഡയറക്ടർ. അദ്ദേഹം തന്നെ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. നൗ എ പേഴ്സൺ അപ്പോയിന്റഡ് ആസ് എ ഡയറക്ടർ ഷാൽ ഓൺ ഓർ ബിഫോർ ദി അപ്പോയിന്റ്മെന്റ് ഗിവ് ഹിസ് കൺസെന്റ്. അപ്പൊ നിങ്ങൾ ഇത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യണം. 1 ഡിക്ലറേഷൻ, ദെൻ അടുത്തത് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ, പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഓർക്കാൻ ഡിൻ, ദെൻ ഡിക്ലറേഷൻ, അടുത്തത് കൺസെന്റ്. കണ്ടോ ഇതിങ്ങനെ ഞാനൊക്കെ ഇങ്ങനെയാണ്. അപ്പോ നമുക്കിത് മുഴുവൻ വായിച്ചുകൊണ്ടിരിക്കാൻ ഒന്നാമതായിട്ട് നോട്ട് വളരെ
ചുരുക്കിയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ബുക്ക് വലിയ ബുക്കാണ്. അപ്പൊ അത് മുഴുവൻ വായിച്ച് നമുക്ക് തലേദിവസം തീർക്കാൻ പറ്റില്ല. അപ്പൊ അപ്പോഴാണ് ഈ നോട്ട്സ് ഹെൽപ്ഫുൾ ആവുക. അതിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ എഴുതിയിടണം, അപ്പോഴാണ് വേഗം കവർ ചെയ്യാൻ പറ്റും. Now, a person appointed as a director shall on or before the appointment give his consent, സമ്മതം കൊടുക്കണം, ഓക്കെ, to hold the office of a director in physical form. അതാണ് ഡയറക്ടർ ഇൻ ഫിസിക്കൽ ഫോം. ഏതാണ്? DIR2, ദാറ്റ് ഈസ് കൺസെന്റ് ടു ആക്ട് ആസ് എ ഡയറക്ടർ ഓഫ് എ കമ്പനി. അപ്പൊ ഒരാൾക്ക് ഒരു ഡയറക്ടർ ആണെങ്കിൽ അയാളുടെ സമ്മതം വേണം. അപ്പൊ അദ്ദേഹം കൺസെന്റ് കൊടുക്കണം. കൺസെന്റ് മീൻസ് സമ്മതം കൊടുക്കണം. ഓക്കെ, റിട്ടേൺ കൺസെന്റ്. ഞാൻ എന്താണ് ഡയറക്ടർ ആവാൻ തയ്യാറാണ് എന്നിട്ട് ആ ഫോം ഏത് ഫോമിലാണ്? DIR2ലാണ്. Now, the company shall within 30 days of the appointment of a director, കമ്പനി എന്ത് ചെയ്യണം? ഒരു ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്താൽ 30 ദിവസത്തിനകം ഫയൽ സച്ച് കൺസെന്റ്, ഈ ഡയറക്ടർ കൊടുത്തിട്ടുള്ള ആ കൺസെന്റ് വിത്ത് ROC, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അടുത്ത് ഫയൽ ചെയ്യണം. ഏത് ഫോമില്? DIR12 ഫയൽ ചെയ്യണം. എലോങ് വിത്ത് ഫീസ് ആസ് പ്രൊവൈഡഡ് ഇൻ കമ്പനീസ് രജിസ്ട്രേഷൻ ഓഫ്. എലോങ് വിത്ത് ഫീസ്, ROCയിൽ ഏത് ഫോം ഫയൽ ചെയ്യുമ്പോഴും എന്ത് വേണം? ആ ഫയൽ ചെയ്യുന്ന ഒരു ഫോമും ഉണ്ടാവും. എന്താണ്? പ്രിസ്ക്രൈബ്ഡ് ഫോം. നിങ്ങൾ അറിയില്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഫീസ്. നിങ്ങൾക്ക് ഇത് ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ, ഈ ഫോം ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ എങ്ങനെ എഴുതണം എന്ന് വെച്ചാൽ പ്രിസ്ക്രൈബ്ഡ്, എവിടെയും ധൈര്യത്തിൽ എഴുതാം. പ്രിസ്ക്രൈബ്ഡ് ഫോം, ഇത് കോമൺ വേർഡ് ആണ്. പ്രിസ്ക്രൈബ്ഡ് ഫോം വിത്ത് പ്രിസ്ക്രൈബ്ഡ് ഫീസ്. ദിസ് ഇസ് ദ വേ ദാറ്റ് യു ഹാവ് ടു ആൻസർ. ഞാൻ കുറെ ഷോർട്ട് കട്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ വന്നില്ലെങ്കിലാണ്, ഓർമ്മ വരണം. അപ്പൊ അത്രയും റിവൈസ് ചെയ്യണം. ദ മോർ യു റിവൈസ് ദ ചാൻസസ് ആർ മോർ. ഓക്കെ, സോ DIR12. അപ്പൊ കമ്പനിയുടെ അടുത്ത് ഡയറക്ടർ കൺസെന്റ് ഫയൽ ചെയ്താൽ കമ്പനി എന്ത് ചെയ്യണം? വിത്തിൻ 30 days ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് എ ഡയറക്ടർ, അയാളെ ആ വ്യക്തിയെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തതിന് ശേഷം 30 ദിവസത്തിനകം ആ കൺസെന്റ് ROCക്ക് മുൻപാകെ ഫയൽ ചെയ്യണം. ഫോം DIR12 എലോങ് വിത്ത് ഫീസ്. അതാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഡയറക്ടേഴ്സ് ഷെയർ ക്വാളിഫിക്കേഷൻ നോ ലോങ്ങർ നെസസറി. ഇത് എന്താ പറയുന്നത് വെച്ചാൽ മുമ്പത്തെ കമ്പനീസ് ആക്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്നാ പറയുക. അതായത് ഒരു ഡയറക്ടർ ആണെങ്കിൽ ഇത്ര ഷെയർ എടുക്കണം എന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്? ഈ കമ്പനീസ് ആക്ട് 2013 അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. മിനിമം ഒരു ഡയറക്ടർ ആണെങ്കിൽ ഇത്രയും ഷെയർ എടുക്കണം, അല്ലെങ്കിൽ മിനിമം ഒരു ഷെയർ എങ്കിലും എടുക്കണം, അങ്ങനെ ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആസ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് in public companies and big private companies is a balanced mixture of honor directors. Okay, outside directors and independent directors. അപ്പോ പ്രൊമോട്ടറുടെ ഭാഗത്തു നിന്നുണ്ടാവും, പുറത്തുനിന്ന് ആൾക്കാരുണ്ടാവും, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. The concept of directors share qualification as contained in section 270 of previous act means ഏതാണ്? Companies Act 1956 has outlived, means now it is not there, has outlived its usefulness. അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. Thus there is no such a provision in the new act. Means Companies Act 2013 അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. മിനിമം ഒരു ഡയറക്ടർ ആണെങ്കിൽ മിനിമം ഇത്ര ഷെയർ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊവിഷൻ ഇല്ല. ദാറ്റ് അതിനെ നമ്മൾ അന്ന് വിളിച്ചിരുന്നത് ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്നാണ്. ഒരു കമ്പനി ആവണമെങ്കിൽ, കമ്പനിയുടെ ഡയറക്ടർ ആവണമെന്നുണ്ടെങ്കിൽ മിനിമം ഇത്ര ഷെയർസ് എടുക്കണം. അങ്ങനെ ഒരു പ്രൊവിഷൻ കമ്പനീസ് ആക്ട് 2013 ഇല്ല. നൗ, അപ്പോയിന്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്. ആരാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്? പറഞ്ഞാൽ കമ്പനി ഫോം ചെയ്തിട്ട് ആദ്യമായിട്ട് വരുന്നത്, അത് തന്നെ ഫസ്റ്റ് ഡയറക്ടേഴ്സ്. നൗ, ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള പല പോർഷൻസും ഇമ്പോർട്ടന്റ് ആണ്. Now, the first directors of a company may be named in the articles of association പറയും. സാധാരണയായിട്ട് ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ ആർട്ടിക്കിൾസിൽ പറയും. ഇൻ കേസ് നോ ഡയറക്ടേഴ്സ് ആർ സോ നെയിംഡ് ഇൻ ദി ആർട്ടിക്കിൾസ്, അങ്ങനെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ദി ആർട്ടിക്കിൾസ് മേ ഓതറൈസ് ദ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ടു അപ്പോയിന്റ് ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആർട്ടിക്കിൾസ് എന്ത് ചെയ്യും? മേ ഓതറൈസ് ദ സബ്സ്ക്രൈബേഴ്സ് ടു മെമ്മോ. ആരാ സബ്സ്ക്രൈബേഴ്സ്? നമ്മൾ ആദ്യമായിട്ട് ഷെയർ എടുക്കുന്ന ഒരു സബ്സ്ക്രൈബേഴ്സ്. ഇപ്പൊ പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 പേരുണ്ടാവും, അവർ സൈൻ ചെയ്യും മെമ്മോറാണ്ടത്തിൽ. അവരെ അധികാരപ്പെടുത്തിയിട്ടുണ്ടാവും ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ. അതാണ് പറയുന്നത്. നൗ, റെഗുലേഷൻ 60 ഓഫ് ടേബിൾ F, ഇതാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ പറഞ്ഞു. Regulation 60 of Table F of Schedule 1 provides that the number of directors and the names of first directors shall be determined in writing by the subscribers of the memorandum or a majority of them. Regulation 60 Table F Companies Act of Schedule 1 provides that the number of directors and the names of first directors, എത്ര ഡയറക്ടർമാരെ അവരുടെ പേരുകൾ, shall be determined in writing. ഓക്കെ, എല്ലാം ഇവിടെ ഒന്നും വാക്കാലില്ല. ഇൻ റൈറ്റിംഗ് ബൈ ദ സബ്സ്ക്രൈബേഴ്സ് ഓഫ് ദ മെമ്മോറാണ്ടം ഓർ എ മെജോറിറ്റി ഓഫ് ദം. അവരെന്ത് ചെയ്യണം? അത് ആരാണ്
റിലേഷൻ 60 ഓഫ് ടേബിൾ ഓഫ് കമ്പനീസ് ആക്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആരാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആവേണ്ടത്, എത്ര പേരാണ്, ഓക്കെ, അവരുടെ പേര് വിവരങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വേണം ഡിറ്റർമിൻ ചെയ്യാൻ. ആരാണെന്നുള്ളത് എഴുതി വേണം ഡിറ്റർമിൻ ചെയ്യാൻ. ഇവരാണ് എന്നുള്ളത് എഴുതി തന്നെ തയ്യാറാക്കണം. Now, Section 152, subsection 1 of the Companies Act 2013 provides that in the absence of any such provision in the articles, ഇനി ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നാണ്, the subscribers to the memorandum who are individuals. എന്തുകൊണ്ടാണ് ഇവിടെ ഇൻഡിവിജ്വൽസ് എന്ന് പറയാൻ കാരണം, ഷെയർ എടുക്കുന്ന വ്യക്തി ഷെയർ എടുക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ തന്നെ ആവണമെന്നില്ല. ഒരു കമ്പനിയിൽ വേറൊരു കമ്പനിക്കും ഷെയർ എടുക്കാം. അതുകൊണ്ടാണല്ലോ ഹോൾഡിംഗ് സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നത്. പക്ഷേ ഷെയർ എടുത്തിരിക്കുന്നത് വേറൊരു കമ്പനിയാണെങ്കിൽ അത് ഇൻഡിവിജ്വൽ അല്ല, കമ്പനിയാണ്. പക്ഷേ ഇൻഡിവിജ്വൽസിന് സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഹു ആർ ഇൻഡിവിജ്വൽസ് എടുത്ത് പറയുന്നുണ്ട്, ഷാൽ ബി ഡീംഡ് ടു ബി ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ്. അങ്ങനെയും എടുക്കാറുണ്ട്. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഹു ആർ ഇൻഡിവിജ്വൽസ്, ഹ്യൂമൻ ബീയിങ്സ്, ഷാൽ ബി ഡീംഡ് ടു ബി ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി until subsequent directors are duly appointed in accordance with the provisions of section 152. അതായത് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ജനറൽ മീറ്റിംഗിൽ ആണ് സാധാരണയായിട്ട് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക. ആ ജനറൽ മീറ്റിംഗിൽ അപ്പോയിന്റ് ചെയ്യുന്നത് വരെ എന്താണ്, ഈ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഹു ആർ ദ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ടു മെമ്മോറാണ്ടം ഹു ആർ ഇൻഡിവിജ്വൽസ്, അവരെയും നമ്മൾ എന്താണ് ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് കാണും ആർട്ടിക്കിൾസ് സൈലന്റ് ആണെങ്കിൽ. അതായത് ചുരുക്കി പറഞ്ഞാൽ ആർട്ടിക്കിൾസിൽ പറഞ്ഞിരിക്കും സാധാരണയായിട്ട് ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ. അങ്ങനെ ഇല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് ആർട്ടിക്കിൾസ് പവർ കൊടുക്കും. ഇനി സബ്സ്ക്രൈബേഴ്സിന് ആർട്ടിക്കിൾസ് പവർ കൊടുത്തിട്ടില്ലെങ്കിലും ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ കൊടുത്തില്ലെങ്കിൽ ആ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആ മെമ്മോറാണ്ടത്തിലെ സബ്സ്ക്രൈബേഴ്സ് തന്നെ എന്താണ്, ഇനി ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ആ സബ്സ്ക്രൈബേഴ്സ് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഡയറക്ടേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നാണ് കമ്പനീസ് ആക്ട് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും കേട്ടാൽ, ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നീ പറയുന്ന ഒരല്പം സ്പീഡിൽ ആണെങ്കിൽ പോലും. നോ, ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഇൻ കേസ് ഓഫ് OPC. എന്താണ് OPC? 1% കമ്പനി. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1% കമ്പനി പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട്. 1% കമ്പനി. ഇൻ കേസ് ഓഫ് 1% കമ്പനി, ദാറ്റ് ഇസ് OPC, ആൻഡ് individual shall be deemed to be the first director until the directors or directors until the director or directors are duly appointed by the member in accordance with the provisions of section 152. 1% കമ്പനിയിൽ ആണെങ്കിൽ 1% കമ്പനിയിൽ ഒരു മെമ്പറേ ഉള്ളൂ, നോട്ട് 1% ഡയറക്ടർ, 1% കമ്പനി എന്നാണ് പറഞ്ഞത്. അപ്പൊ 1% മീൻസ് ദാറ്റ് 1% ഷുഡ് ബി ദ മെമ്പർ. അപ്പൊ അത് ആ ഒരു മെമ്പർ ആണ്, അത് ഇൻഡിവിജ്വൽ ആയിരിക്കും. ഓക്കെ, അത് ഇൻഡിവിജ്വൽ ആവണം. 1% കമ്പനിയിൽ ഒരൊറ്റ മെമ്പറേ ഉള്ളൂ, അത് ഇൻഡിവിജ്വൽ ആയിരിക്കും. അവര് എന്താണ്, 1% കമ്പനിയിൽ ഇൻഡിവിജ്വൽ ഷാൽ ബി ഡീംഡ് എന്നാണ് പറയുന്നത്, കരുതപ്പെടും, ടു ബി ദ ഫസ്റ്റ് ഡയറക്ടർ അണ്ടിൽ ഡയറക്ടേഴ്സ് ആർ ഡ്യൂലി അപ്പോയിന്റഡ് ബൈ ദ മെമ്പർ. ആ മെമ്പർ, ആ 1% മെമ്പർ ഡയറക്ടർമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് സെക്ഷൻ 152 പ്രൊവിഷൻസ് പ്രകാരം. വേറെ 1% കമ്പനിയിൽ മെമ്പർ ഒന്നേ ഉള്ളൂ, ഡയറക്ടർമാര് 15 വരെ ആവാം, അതിൽ കൂടുതൽ ആവാം വേണമെങ്കിൽ ആർട്ടിക്കിൾസ്. അപ്പോ കാരണം കമ്പനി കൊണ്ടുനടക്കണമെങ്കിൽ കൂടുതൽ ഡയറക്ടർ വേണം. 1% കമ്പനി എന്ന് പറഞ്ഞാൽ 1 മെമ്പർ ആണ്. ചിലർ തെറ്റിദ്ധരിക്കും, അപ്പൊ ഒരു ഡയറക്ടർ അല്ലേ പാടുള്ളൂ. മിനിമം ഒരു ഡയറക്ടർ വേണം, പക്ഷെ ഡയറക്ടർമാര് 1% കമ്പനിയിൽ കൂടുതൽ എണ്ണം ആകാം. അപ്പോ ഡയറക്ടർമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് വരെ ആ 1 മെമ്പർ ഉണ്ടല്ലോ 1% കമ്പനിയിൽ, അയാളെയാണ് ഡയറക്ടറായിട്ട് കണക്കാക്കുക എന്നാണ്. കൂടുതൽ ഡയറക്ടർമാരെ ആ 1 മെമ്പർ അപ്പോയിന്റ് ചെയ്യുന്നത് വരെ. അപ്പോയിന്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്, സെക്ഷൻ 152 ഇവിടെ ചാർട്ട് ഫോമിൽ. ഇഫ് ഡയറക്ടേഴ്സ് ആർ നെയിംഡ് ഇൻ ആർട്ടിക്കിൾസ്, ഡയറക്ടേഴ്സ് നെയിംഡ് ഇൻ ആർട്ടിക്കിൾസ് ഷാൽ ബി ദ ഫസ്റ്റ് ഡയറക്ടർ. ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്. ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്, ഒരു ചാർട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. Now, if the directors are not named in the articles empowers the subscribers to memorandum to appoint. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആർട്ടിക്കിൾസ് എന്ത് ചെയ്യും, സബ്സ്ക്രൈബേഴ്സിനെ അധികാരപ്പെടുത്തും, നിങ്ങൾ ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യൂ. If article does not prescribe any method of appointment, ഈ ആർട്ടിക്കിൾസിൽ പ്രത്യേകിച്ച് മെത്തേഡ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലോ, then all the subscribers to the memorandum who are individuals, നമ്മളിപ്പോ പറഞ്ഞത് കമ്പനിക്ക് പറ്റില്ല, ഷാൽ ബി ഡീംഡ് ടു ബി ദ ഡയറക്ടേഴ്സ് അണ്ടിൽ ഡയറക്ടേഴ്സ് ആർ ഡ്യൂലി അപ്പോയിന്റഡ് അറ്റ് എ ജനറൽ മീറ്റിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ആർട്ടിക്കിൾസ് പ്രത്യേകിച്ച് മെത്തേഡ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്തിട്ടുള്ള അതായത് ഷെയർ എടുത്തിട്ടുള്ള ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, നമ്മള് ഡയറക്ടേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. നൗ പബ്ലിക് കമ്പനി,
ഔട്ട് ഓഫ് 7 സബ്സ്ക്രൈബേഴ്സ് മിനിമം 3 ഷാൽ ബി ഇൻഡിവിജ്വൽ. അതായത് ഇതിപ്പോ മിനിമം 3 ഡയറക്ടേഴ്സ് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിൽ മിനിമം 2 ഡയറക്ടർ വേണം. 1 പേഴ്സൺ കമ്പനിയിലാണെങ്കിൽ 1 ഡയറക്ടർ വേണം. നമ്മളത് 1, 2, 3 എന്ന് ഓർത്താൽ മതി. ഇങ്ങനെ, അതായത് ഏറ്റവും ചെറിയ കമ്പനിയാണല്ലോ 1 പേഴ്സൺ കമ്പനി ഈ പറയുന്നതിൽ. രണ്ടാമത്തത് പ്രൈവറ്റ് കമ്പനി, അപ്പൊ അതില് എന്താണ് 2. അതേപോലെ പബ്ലിക്കിലാണെങ്കിൽ എന്താണ് 3. ഇപ്പൊ 1, 2, 3. 1 പേഴ്സൺ കമ്പനിയില് 1, പ്രൈവറ്റ് കമ്പനിയില് 2, അതേപോലെ പബ്ലിക് കമ്പനിയില് 3. അതാണ് മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, അടുത്തത് ഹൗ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആർ അപ്പോയിന്റഡ് ഇൻ കമ്പനി, സെക്ഷൻ 152. In accordance with the provisions in section 152 subsection 1, the persons named in the articles as first directors shall act as first directors on incorporation of the company. അപ്പൊ എന്താ പറയുന്നത്? The persons named in the articles as first directors shall act as first directors on incorporation. Registration, കമ്പനിയുടെ രജിസ്ട്രേഷൻ. ഇൻകോർപ്പറേഷൻ മീൻസ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഓൺ ഇൻകോർപ്പറേഷൻ, കമ്പനി രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ ആർട്ടിക്കിൾസിൽ പറയുന്ന ആൾക്കാരാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്. നമ്മൾ പഠിച്ചു. ദേ വിൽ കണ്ടിന്യൂ ടു ആക്ട് ആസ് ഡയറക്ടേഴ്സ്. അവർ കണ്ടിന്യൂ ചെയ്യും. എപ്പോ വരെ? ടിൽ ദ ഡയറക്ടേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ ദ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്. അപ്പൊ ഡയറക്ടേഴ്സിനെ സാധാരണയായിട്ട് കമ്പനിയുടെ ജനറൽ മീറ്റിംഗിലാണ് അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ അടുത്ത കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് വരെ ആർട്ടിക്കിൾസിൽ പറഞ്ഞ ഡയറക്ടേഴ്സ് ആണ് അപ്പോയിന്റ് ചെയ്യുക. ആ ഡയറക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുക. ഡ്യൂറേഷൻ ഓഫ് ഓഫീസ് ഓഫ് ഫസ്റ്റ്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കാലയളവ്. ഒരു ഫസ്റ്റ് ഡയറക്ടേഴ്സിന്റെ കാലയളവ് എപ്പോഴാണ് വരിക? ഹു ആർ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം. ഓക്കെ, ദ സെയിം subsection also provides that only where there is no provision in the articles of appointment of first directors, the subscribers to the memorandum are deemed to be the first directors. നമ്മൾ പഠിച്ചു, ഡയറക്ടേഴ്സ് ന്റെ പേര് ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമാണ് സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആവുക. ആൻഡ് ദേ വിൽ കണ്ടിന്യൂ ഇൻ ദി ഓഫീസ് until the directors are duly appointed in accordance with the section 152. ഏത് കേസിലാണെങ്കിലും അത് തന്നെ. എന്താണ് പറഞ്ഞത്? ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറയാം. ആർട്ടിക്കിൾസിൽ ഫസ്റ്റ് ഡയറക്ടേഴ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അവരാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്. ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ആണ്. അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ പറയും, സബ്സ്ക്രൈബേഴ്സിനെ അധികാരപ്പെടുത്തും, സബ്സ്ക്രൈബേഴ്സിനോട് പറയും ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ. അപ്പോൾ അവരാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്. ഇനി ഒന്നും പറഞ്ഞിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ടു മെമ്മോറാണ്ടം തന്നെയാണ് എന്ത്? ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആവുക. ഇത് ഏതാണെങ്കിലും ഈ ഫസ്റ്റ് ഡയറക്ടേഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് സെക്ഷൻ 152 പ്രകാരം ജനറൽ മീറ്റിംഗിൽ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് വരെയാണ് ഈ പറയുന്ന ആൾക്കാർ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് തുടരുക എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. നൗ സേവ് ആസ് അതർവൈസ് പ്രൊവൈഡഡ് എന്താണെന്നുള്ളത് പറയാം. ഇവിടെ പറയുന്നുണ്ട് സേവ് ആസ് അതർവൈസ് പ്രൊവൈഡഡ്. ഇതാ താഴത്തേക്ക് നോക്കിക്കോളൂ. ആ സെന്റൻസ് വായിച്ച് ബുദ്ധിമുട്ടണ്ട, ജസ്റ്റ് അറിയാൻ വേണ്ടി. refers to appointment of directors by board of directors. Phrase save as otherwise expressly provided in the act acts as an exception to the rule in subsection 2 that all the directors shall be appointed by general meeting. എല്ലാവരെയും എന്താ സേവാസ് അതർവൈസ് പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ജനറൽ മീറ്റിംഗിലാണ്. പക്ഷെ ദർ ഈസ് ആൻ എക്സെപ്ഷൻ. ജനറൽ മീറ്റിംഗിൽ അല്ലാതെയും ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. അഡീഷണൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അഡീഷണൽ ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത് ബോർഡാണ്. ഓൾട്ടർനേറ്റ് ഡയറക്ടർ അപ്പോയിന്റ് ചെയ്യുന്നത് ബോർഡ് ആണ്. ദെൻ നോമിനി ഡയറക്ടേഴ്സ്, അതേപോലെ ഡയറക്ടേഴ്സ് ഇൻ കാഷ്വൽ വേക്കൻസി, ഈ കേസിലൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു അപ്പോയിന്റ്. ഈ കേസുകളിലൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പ്രൊവിഷൻ ഉണ്ട് കമ്പനീസ് ആക്ടിൽ. സോ അനാലിസിസ് ഓഫ് സെക്ഷൻ 152 subsection 6 ഔട്ട് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, അനാലിസിസ് അപഗ്രഥിച്ച് നോക്കുകയാണെങ്കിൽ, ഇഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇസ് സൈലന്റ്, മിനിമം 2/3 റൊട്ടേഷണൽ ആണ്. ഓക്കെ, പറയാം, മിനിമം 2/3 റൊട്ടേഷണൽ ആണ്. റൊട്ടേഷണൽ ഡയറക്ടേഴ്സും നോൺ റൊട്ടേഷണൽ ഡയറക്ടേഴ്സും ഉണ്ട്. ആർട്ടിക്കിൾസ് സൈലന്റ് ആണെങ്കിൽ മിനിമം എന്നാണ്, അറ്റ്ലീസ്റ്റ് 2/3 റൊട്ടേഷണൽ. ഇനി മുഴുവൻ പേരും റൊട്ടേഷൻ ആണെങ്കിലും കുഴപ്പമില്ല. ഓൾ ക്യാൻ ബി റൊട്ടേഷണൽ ഡയറക്ടേഴ്സ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, എല്ലാ ഡയറക്ടേഴ്സും റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആവും. നല്ലതാണ്. ഇവിടെ മിനിമം എന്നാണ് പറഞ്ഞത്, അല്ലാതെ 2/3 പാടുള്ളൂ എന്നല്ല പറഞ്ഞത്. റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആവണം. ഇഫ് ആർട്ടിക്കിൾ ഇസ് സൈലന്റ്. ഡയറക്ടേഴ്സ് ഹു ആർ ലയബിൾ ടു റിട്ടയർ അറ്റ് AGM. ആരോ റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് പറഞ്ഞാൽ ഓരോ AGM-ലും എന്താണ് ഡയറക്ടേഴ്സ് മാറണം. അങ്ങനെയുള്ള ഡയറക്ടേഴ്സിനെയാണ് എന്താണ് റിട്ടയറിംഗ് ഡയറക്ടേഴ്സ്, ഒരു റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് എന്നാണ് അത് തീരുമാനിക്കുക.
വെൻ ഹി ബിക്കംസ് ലോങ്സ്റ്റ് ഇൻ ഓഫീസ്. ആദ്യം അപ്പോയിന്റ് ചെയ്ത ആളാണ് ആദ്യം പുറത്തു പോകേണ്ടത്. ഓരോ AGM റിട്ടയർ ചെയ്ത് പോകണം. 1 second ഫ്രണ്ട്സ്. നോ. അപ്പോ ലോങ്സ്റ്റ് ഇൻ ഓഫീസ് ആദ്യം വന്ന ആൾക്കാർ വേണം റിട്ടയർ ചെയ്ത് പോകാൻ, ആദ്യം പുറത്തേക്ക് പോകാൻ. മാക്സിമം 1/3 നോൺ റൊട്ടേഷണൽ. ഇത് ഒരിക്കലും പാടാൻ മതി. ഇത് മാക്സിമം ആണ് പറഞ്ഞിരിക്കുന്നത്. നോൺ റൊട്ടേഷനിൽ ഒരിക്കലും 3-1 കൂടാൻ പാടില്ല. ഓക്കെ. അപ്പോ ഡയറക്ടേഴ്സ് ഓഫ് ഹും ടെനിയർ ഈസ് ഫിക്സ്ഡ്. ഓഫ് ഹും എന്ന് പറഞ്ഞാൽ അവരുടെ, ടെനിയർ മീൻസ് പീരിയഡ് എന്ന് പറഞ്ഞാൽ അവരുടെ കാലയളവ്. ആസ് എ ഡയറക്ടർ ഈസ് ഫിക്സ്ഡ് ആൻഡ് റിട്ടയർ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ടെനിയർ എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര നോൺ റൊട്ടേഷണൽ എന്ന് പറഞ്ഞാൽ AGM റിട്ടയർ ചെയ്യാത്തത്, AGM പോകണ്ടാത്ത ഡയറക്ടേഴ്സ്, അവരുടെ കാലയളവ് അവരുടെ ടേംസ് ഓഫ് അപ്പോയിന്റ്മെന്റ് പ്രകാരം പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എത്ര വർഷത്തേക്കാണോ അവരെ അപ്പോയിന്റ് ചെയ്തത് അത് കഴിഞ്ഞാൽ അവർ കംപ്ലീഷൻ ഓഫ് ദാറ്റ് ടെനർ, ആ പീരീഡ് അവര് പോകണം കമ്പനിയിൽ നിന്നും. നോൺ റൊട്ടേഷൻ. നോ, ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ക്യാൻ പ്രൊവൈഡ് ഫോർ ഓൾ ഡയറക്ടേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ടു ബി റൊട്ടേഷണൽ. എല്ലാ ഡയറക്ടേഴ്സും റൊട്ടേഷണൽ ആവാം, നല്ലതാണ്. ഓക്കെ. ഇപ്പൊ കമ്പനീസ് ആക്ട് പറയുന്നത് മിനിമം റിക്വയർമെന്റ് ആണ്. മിനിമം 3-2 പേര് എന്താവണം, റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആവണം എന്ന്. ഓർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ക്യാൻ ഓൾസോ പ്രൊവൈഡ് ദാറ്റ് ഓൾ ഡയറക്ടേഴ്സ് ഷാൽ റിട്ടയർ അറ്റ് ഈച്ച് AGM. അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് വേറെ രീതിയിൽ പറഞ്ഞ എന്താണ്, ആർട്ടിക്കിൾസിന് പറയാം എല്ലാ ഡയറക്ടേഴ്സും AGM റിട്ടയർ ചെയ്തു പോകണം എന്ന് പറയും. എക്സെപ്ഷൻ, ഡയറക്ടേഴ്സ് who shall not be included in the total. നമ്മൾ പറഞ്ഞത് 2/3 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ആണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പൊ അവിടെ റൊട്ടേഷണൽ ഡയറക്ടേഴ്സ്. അപ്പൊ അവിടെ ആ ടോട്ടൽ ഡയറക്ടേഴ്സിൽ ആരെയാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്? ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഇൻക്ലൂഡ് ചെയ്യില്ല. സെക്ഷൻ 152 സബ്സെക്ഷൻ 6-7 itself specifies. Then നോമിനി ഡയറക്ടർ, നേരത്തെ പറഞ്ഞു ആരാണ് നോമിനി ഡയറക്ടർ. സ്മോൾ ഷെയർ ഹോൾഡർ ഡയറക്ടർ എന്ന് പറഞ്ഞാല് ഷെയർ ഹോൾഡിംഗ് 20,000 നോമിനൽ വാല്യൂ ഓഫ് 20,000 എന്ന് പറഞ്ഞാൽ നോമിനൽ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ ആണ് കേട്ടോ. 20,000 രൂപയുടെ ഷെയർ മാത്രം ഹോൾഡ് ചെയ്യുന്ന നോമിനൽ വാല്യൂ, ഫേസ് വാല്യൂ 20,000 രൂപയുടെ ഷെയർ മാത്രമേ അവർ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അത് അത്രമാത്രം ക്യാപിറ്റലേ അവരുടെ കയ്യിലുള്ളൂ. അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഡയറക്ടേഴ്സിനെയാണ് സ്മോൾ ഷെയർ ഹോൾഡർ ഡയറക്ടർ. ആകെ 20,000 രൂപ ഫേസ് വാല്യൂ ആണ് കേട്ടോ, നോട്ട് മാർക്കറ്റ് വാല്യൂ. പരീക്ഷയ്ക്ക് അങ്ങനെയും കളിപ്പിക്കും. ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ഉള്ള ഡയറക്ടേഴ്സിനെ ആണ് എന്ത് പറയുക, ഹോൾഡ് ചെയ്യുന്ന ഡയറക്ടേഴ്സ്. 20,000 രൂപ മാക്സിമം നോമിനൽ വാല്യൂ ഉള്ള ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിനെ ആണ് സ്മോൾ ഷെയർ ഹോൾഡർ ഡയറക്ടർ. അവരുടെ ഒരു പ്രതിനിധി, ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ, അവരുടെ ഒരു പ്രതിനിധി ബോർഡിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെടും. അപ്പൊ അവരെ സ്മോൾ ഷെയർ ഹോൾഡർ ഡയറക്ടർ എന്ന് പറയും. നൗ ഡയറക്ടർ അപ്പോയിന്റഡ് ബൈ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ, ആനുപാതികമായിട്ട് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ നമുക്ക് പഠിക്കാം. ഡയറക്ടർ അപ്പോയിന്റഡ് ബൈ, അത് സെക്ഷൻ 163 ദെൻ അടുത്തത് ഡയറക്ടർ അപ്പോയിന്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് NCLT. അതായത് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യും. NCLT എന്ന് പറഞ്ഞ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ, എന്താണെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് 242. ഓക്കെ, ട്രൈബ്യൂണൽ തന്നെ അപ്പോയിന്റ് ചെയ്യും. നോൺ അപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പ്രൊവിഷൻ അപ്ലിക്കബിൾ അല്ലാത്ത കമ്പനി, പ്രൈവറ്റ് കമ്പനി, ഫോറിൻ കമ്പനി, ഗവൺമെന്റ് കമ്പനിയിലൊന്നും ഈ റൊട്ടേഷണൽ നോൺ റൊട്ടേഷണൽ എന്ന് പറയുന്നുള്ള പരിപാടി ഇല്ല എന്നാണ് പറഞ്ഞത്. ദാറ്റ് പ്രൊവിഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ എന്നാണ് പറഞ്ഞത്. നൗ സ്പെഷ്യൽ നോട്ട്, ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു റിട്ടയർമെന്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ റൊട്ടേഷൻ ഇൻ AGM will not apply in case of those government companies in which the entire paid up share capital is held by central government or by the state government or governments or central government and one or more state governments. എന്നാൽ അതെന്താണ്, ഗവൺമെന്റ് കമ്പനിയാണ്. ഗവൺമെന്റ് കമ്പനിയുടെ ഡെഫിനിഷൻ ആണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 45 പ്രകാരം ഗവൺമെന്റ് കമ്പനിയുടെ ഡെഫിനിഷൻ ആണിത്. ഓക്കെ, അതാണ് റൊട്ടേഷൻ. അപ്പോ അവിടെ എന്താണ് പറയുന്നത്, പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു റിട്ടയർമെന്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ റൊട്ടേഷൻ വിൽ നോട്ട് എന്നാണ് പറയുന്നത്. വിൽ നോട്ട് അപ്ലൈ ഗവൺമെന്റ് കമ്പനിയിൽ. അതേപോലെ സെക്ഷൻ 245 ഗവൺമെന്റ് കമ്പനിയുടെ ഡെഫിനിഷൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്പനിയുടെ ഡെഫിനിഷൻ പറയുന്നത് ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൽ നോട്ട് ലെസ് ദാൻ 51%, ലാംഗ്വേജ് അതാണ്, നോട്ട് ലെസ് ദാൻ 51% of the capital is being held by either by the central government or by the state government or partly by central government or partly by state government or one or more state governments together. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ
കമ്പനിയെ, ഏത് കമ്പനിയുടെ ക്യാപിറ്റൽ നോട്ട് ലെസ് ദാൻ 51, 51% കുറയാത്ത ക്യാപിറ്റൽ ആണോ ഗവൺമെന്റുകൾ കൈവശം വെച്ചിരിക്കുന്ന ആ കമ്പനിയാണ് ഗവൺമെന്റ് കമ്പനി എന്ന് പറയാം. അതിനുശേഷം ഒരു അമെന്റ്മെന്റും അതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഡെഫിനേഷൻ പഠിക്കും. ഓക്കെ, വോട്ടിംഗ് പവർ കൊണ്ട് 51% പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ തന്നെ വരണം എന്നില്ല. 51% വോട്ടിംഗ് പവർ വന്നാലും ഗവൺമെന്റ് കമ്പനിയായിട്ട് കണക്കാക്കും. കാരണം പിന്നെ ഗവൺമെന്റിന്റെ തീരുമാനമാണ് നടക്കുക. അതിനുശേഷം വന്ന അമെന്റ്മെന്റ് ആണത്. അങ്ങനെ ഉള്ള ഒരു ഗവൺമെന്റ് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയെയും ഗവൺമെന്റ് കമ്പനി എന്നാണ് കണക്കാക്കുക. അപ്പൊ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി ഗവൺമെന്റ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. സേ ഗവൺമെന്റ് ഈസ് ഹോൾഡിംഗ് not less than 51% of X Limited, and X Limited has a subsidiary Y Limited. So this not only X Limited, this Y Limited is also government company എന്നാണ് പറഞ്ഞത്. അതാണ്. അപ്പോ സബ്സിഡിയറി ഓഫ് എ ഗവൺമെന്റ് കമ്പനി റെഫേർഡ് ടു ഇൻ എ എബോവ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ എബോവ് in which the entire paid up share capital is held by that government company. അതായത് ഹോളി ഓൺഡ് ഈ കമ്പനിയുടെ ഫുൾ ക്യാപിറ്റൽ വെച്ചിരിക്കുന്നത് എക്സ് ലിമിറ്റഡ് ആണ്. അപ്പോ എക്സ് ലിമിറ്റഡിന്റെ ഹോളി ഓൺഡ് സബ്സിഡിയറി ആണ് വൈ ലിമിറ്റഡ്. സോ ദിസ് വൈ ലിമിറ്റഡ് ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് ഗവൺമെന്റ് കമ്പനി. അത് ഡെഫിനിഷൻ ഗവൺമെന്റ് കമ്പനിയുടെ ഡെഫിനിഷനിൽ പറഞ്ഞതാണ്. Now, directors liable to retire by rotation, that is rotational directors. ഞാൻ നേരത്തെ പറഞ്ഞു, എന്നാലും ഒന്നുകൂടി. റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് മീൻസ് ദോസ് ഡയറക്ടേഴ്സ് ഹൂസ് പീരിയഡ് ഓഫ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കാലയളവ് എത്ര വരെയാണ് ആസ് എ ഡയറക്ടർ ആ കമ്പനിയിൽ ഈസ് ലൈബിൾ ടു ഡിറ്റർമിനേഷൻ ബൈ റിട്ടയർമെന്റ് ബൈ റൊട്ടേഷൻ. അപ്പൊ അവരുടെ കാലയളവ് നിശ്ചയിക്കുക എങ്ങനെയാണ്? റൊട്ടേറ്റ് ചെയ്ത് വരും. അവർ ഓരോ എ ജി എമ്മിലും ഡയറക്ടേഴ്സ് മാറി ഇങ്ങനെ വരും. ചിലപ്പോൾ അവരെ റീഅപ്പോയിന്റും ചെയ്യും കേട്ടോ. അതേ ഡയറക്ടേഴ്സിനെ റീഅപ്പോയിന്റ് ചെയ്യും. പക്ഷെ ഒരിക്കൽ റിട്ടയർ ചെയ്യും, എന്നിട്ടാണ് റീഅപ്പോയിന്റ് ചെയ്യും. ദെൻ നമ്പർ ഓഫ് റൊട്ടേഷണൽ ഡയറക്ടേഴ്സ്, എത്ര റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആവും നമ്മൾ പഠിച്ചു എങ്കിൽ വീണ്ടും നോട്ട് ലെസ് ദാൻ. അപ്പൊ എന്ന് പറഞ്ഞാൽ മിനിമം. നോട്ട് ലെസ് ദാൻ മീൻസ് അതിന്റെ വേറൊരു വേർഡ് എന്താ പറയാ? മിനിമം. നോട്ട് ലെസ് ദാൻ മീൻസ് മിനിമം. നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എക്സ്ക്ലൂഡിംഗ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ചു എക്സ്ക്ലൂഡിംഗ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിന്റെ 2/3 ആണ് എന്ത്? റൊട്ടേഷണൽ ഡയറക്ടേഴ്സ്. അപ്പോ ആ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് കണക്കാക്കുമ്പോൾ ഏത് ഇൻക്ലൂഡ് ചെയ്യേണ്ട? ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ട. ഷാൽ ബി റൊട്ടേഷണൽ ഡയറക്ടേഴ്സ്. എനി ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2/3 കണക്കാക്കി വരുമ്പോ ഫ്രാക്ഷൻ വരും. 16 × 2/3 എന്ന് വരുമ്പോ എത്ര വരും? 15 × 2/3 വരുമ്പോ നമുക്ക് വരില്ല, കുഴപ്പം വരില്ല, കാരണം 10 വരും. 16 × 2/3 എന്ന് പറഞ്ഞാൽ 10.66 വരും. 10.66 എന്ന് വരും. അപ്പോ അവിടെ അതാണ് പറഞ്ഞത്. നോക്കൂ, എനി ഫ്രാക്ഷൻ കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് 2/3 ഷാൽ ബി റൗണ്ടഡ് ഓഫ് ആസ് 1. എനി ഫ്രാക്ഷൻ ആണ് കേട്ടോ. ഇനി നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ ഇപ്പോ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ 0.66 ആയി. ഇനി ഇത് 10.33 എന്ന് വന്നാലും അത് 11 ആയിട്ട് വേണം കണക്കാക്കാൻ. ആണ് പറഞ്ഞത് എനി ഫ്രാക്ഷൻ ആണ്. എനി ഫ്രാക്ഷൻ 10.10 എന്ന് വന്നാലും അത് 11 ആക്കിയിട്ട് വേണം എടുക്കാൻ. കാരണം എന്തുകൊണ്ടെന്ന് അറിയാം? ലോജിക് 2/3 മിനിമം ആണ് 2/3 പറഞ്ഞത്. അങ്ങോട്ട് പോട്ടെ, റൊട്ടേഷനിലേക്ക് തന്നെ കയറട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത്. ഒരാളും കൂടി കുറയ്ക്കണ്ട, അതുകൊണ്ടാണ് അങ്ങനെ. നൗ ദി ആർട്ടിക്കിൾസ് മേ ഈവൻ പ്രൊവൈഡ് ദാറ്റ് ഓൾ ദ ഡയറക്ടേഴ്സ്, നമ്മൾ പറഞ്ഞു ഓൾ ഡയറക്ടേഴ്സ് ഷാൽ ബി റിട്ടയർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നമുക്ക് എന്താണ്? റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആയിട്ട് തീരുമാനിക്കാം. നല്ലതാണ്. അപ്പോൾ എപ്പോഴും ലോയിൽ മിനിമം, ഞാൻ പറയാറുണ്ട്, വീണ്ടും പറയുന്നു, ലോയിൽ മിനിമം റിക്വയർമെന്റ് ആണ് പലപ്പോഴും പറയുന്നത്. നൗ അപ്പോയിന്റ്മെന്റ്, ദ റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ഷാൽ ബി അപ്പോയിന്റഡ് ഇൻ ജനറൽ മീറ്റിംഗ്. റൊട്ടേഷണൽ ഡയറക്ടേഴ്സിനെ ജനറൽ മീറ്റിംഗിലാണ് അപ്പോയിന്റ് ചെയ്യുക. വെദർ AGM ഓർ EGM. നമ്മൾ അറിയാം AGM-ല് ദാദാ പോയിന്റ്സ് ഉണ്ട്. ദാദാ പോയിന്റ്സ് DA. അതിലൊരു പോയിന്റ് ആണ് എന്ത്? ഡയറക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്. ഡയറക്ട് അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ്, അതാണ് ഇവിടുത്തെ D. ഓഡിറ്റേഴ്സ് അപ്പോയിന്റ്മെന്റ്, ഡിവിഡൻഡ് ഡിക്ലറേഷൻ, അപ്രൂവൽ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് AGM-ല് ഒരു ഓർഡിനറി ബിസിനസ് ആണ്. ദാദാ പോയിന്റ്സ് ഓർഡിനറി ബിസിനസ് എല്ലാ AGM-ലും ആവർത്തിച്ച് വരുന്നത് കൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ഓർഡിനറി ബിസിനസ് എന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങളാണ് എന്താ പറയുക? ഓർഡിനറി ബിസിനസ്. അല്ലാത്ത ഏത് കാര്യങ്ങൾ AGM-ൽ ഡിസ്കസ് ചെയ്താലും അത് എന്താണ്? സ്പെഷ്യൽ ബിസിനസ് ആണ്. EGM-ൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യവും സ്പെഷ്യൽ ബിസിനസ് ആണ്. ഈ ഓർഡിനറി ബിസിനസ് തന്നെ EGM-ൽ ഡിസ്കസ് ചെയ്താൽ ഓർഡിനറി ബിസിനസ് തന്നെ EGM-ൽ ഡിസ്കസ് ചെയ്താൽ അത് സ്പെഷ്യൽ ബിസിനസ്. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യു റിവൈസ്. Now, directors not liable to retire by rotation, that is non-rotational directors.
എന്ന് പറഞ്ഞാൽ AGM റിട്ടയർ ചെയ്യാത്ത ഡയറക്ടേഴ്സ്. മീനിങ് ദ ഡയറക്ടേഴ്സ് അതർ ദാൻ റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആർ കോൾഡ് ആസ് നോൺ റൊട്ടേഷണൽ ഡയറക്ടേഴ്സ്. Appointment. The non-rotational directors shall be appointed in the AGM, in the general meeting. Okay, non-rotational directors shall be appointed in the general meeting. However, the articles of a company may provide otherwise. Articles വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെയും പറയാം. ജനറൽ മീറ്റിംഗിൽ അല്ലാതെയും non-rotational directorsനെ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, ജനറൽ മീറ്റിംഗിൽ അപ്പോയിന്റ് ചെയ്യുന്നതാണ് in the rotational directors. Term of office. The non-rotational directors can be appointed for such a period as may be determined by non-rotational ഡയറക്ടേഴ്സിന്. മറ്റേത് റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് എല്ലാ ജനറൽ മീറ്റിംഗിലും മാറി മാറി വരണം എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പോകേണ്ടവരാണ്. ജനറൽ മീറ്റിംഗിൽ അത് റിട്ടയർ ചെയ്യും. പക്ഷെ നോൺ റൊട്ടേഷണൽ ഡയറക്ടേഴ്സിന് ഒരു പീരിയഡ് പറയും, ഇത്ര അവർ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പറയും. ഞാൻ നേരത്തെ പറഞ്ഞു ടേംസ് ഓഫ് എന്താ പറയുക, എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ഡയറക്ടറും കമ്പനിയും തമ്മിൽ. അപ്പൊ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും എന്താണ് ഇത്ര കാലത്തേക്കാണ് നിങ്ങളെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നോൺ റൊട്ടേഷണൽ ആ കാലയളവ് കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് പോകണം. However, the term of office of non-rotational directors may be determined as per the articles. അതല്ലെങ്കിൽ ആർട്ടിക്കിൾസിലും പറയാം നോൺ റൊട്ടേഷണൽ ഡയറക്ടറുടെ കാലയളവ് അയാൾ ആസ് എ ഡയറക്ടർ ഇത്രയായിരിക്കും എന്ന് പറയാം. Now, illustrations. ഇവിടെ നോക്കിക്കോളൂ. Illustrations. A Limited has, ഇപ്പൊ നമ്മൾ പറഞ്ഞത്, A Limited has 6 directors. A Limited has 6 directors. അപ്പൊ നോക്കൂ, അതിൽ 4 directors എന്താണ്? അപ്പൊ അതിൽ എത്ര പേര് വേണം? 6 into 2/3 ആണ് റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് വേണ്ടത്. അപ്പൊ 6 into 2 എന്ന് പറഞ്ഞാൽ 12 divided by 3 4 റൊട്ടേഷണൽ ഡയറക്ടേഴ്സ്. ഓക്കെയാണ്. അപ്പൊ ഇത് കറക്റ്റ് ആണ്, ഒരു വയലേഷൻ ഒന്നുമില്ല, കറക്റ്റ് ആയിട്ടുണ്ട്. ഒരു കമ്പനിക്ക് 6 ഡയറക്ടേഴ്സ് ഉണ്ട്, അതിൽ 6 into 2/3 4 പേര് എന്താണ്? റൊട്ടേഷണലാണ്. കറക്റ്റ് ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ആക്ട് പോലെ. Then B Limited has 6 directors, 4 rotational, കുഴപ്പമില്ല, and 2 non rotational എടുത്തു പറഞ്ഞിട്ടുണ്ട്. The company has not contravened, കമ്പനി തെറ്റിച്ചിട്ടില്ല, അപ്പൊ അതും ഓക്കെയാണ്. C Limited has 6 directors, 5 rotational, നല്ലതാണ്, 1 non rotational. ഓക്കെ, 5 പേരും റൊട്ടേഷണൽ ആണ്, നല്ലതാണ്. നമുക്ക് 6 റൊട്ടേഷണൽ ആയാലും കുഴപ്പമില്ല. അപ്പൊ കൂടുതൽ 2/3 ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോഴും കമ്പനി ഹാസ് നോട്ട് കോൺട്രാവീൻ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 152. Now, D Limited has 6 directors. D Limited has 6 directors. The company has appointed all these directors as rotational. നല്ലതാണ്. Company has not contravened. Now, E Limited has 6 directors, 3 rotational and 3 non-rotational. പറ്റില്ല. കാരണം എന്താണ്? 6 into 2/3 എന്ന് പറഞ്ഞാൽ 4 rotational ആയിരിക്കണം. പക്ഷെ ഇവിടെ 3A rotational ഉള്ളൂ. അപ്പൊ കമ്പനി ഹാസ് contravened provisions of section 152. Then അടുത്ത് നോക്കൂ, F Limited has 6 directors, 4 rotational and 2 non-rotational. ഓക്കെയാണ്. ഇവിടെ ഓക്കെയാണ്. പക്ഷെ ഇന്ന് അടുത്ത് വായിക്കും. ദ കമ്പനി ഇന്റൻസ് ടു അപ്പോയിന്റ് എ നോൺ റൊട്ടേഷണൽ ഡയറക്ടർ. അപ്പോ 6 ഡയറക്ടർമാരുണ്ട്, അതിൽ 4 റൊട്ടേഷണലും 2 നോൺ റൊട്ടേഷണലും ആണ്. അപ്പൊ ഇത് 2/3 ഉണ്ട്, ഓക്കെയാണ്. പക്ഷെ കമ്പനി ഒരു നോൺ റൊട്ടേഷണൽ ഡയറക്ടറെ കൂടി അപ്പോയിന്റ് ചെയ്യണം. അപ്പൊ 3 പേരാവും. അപ്പൊ കമ്പനിയുടെ ടോട്ടൽ ഡയറക്ടർ ഇവിടെ 7 ആവും. അപ്പോ തെറ്റും, സംഗതി ശരിയാവില്ല. കമ്പനി കനോട്ട് അപ്പോയിന്റ് എ ഡയറക്ടർ ആസ് എ നോൺ റൊട്ടേഷണൽ ഡയറക്ടർ. കമ്പനിക്ക് ഒരു നോൺ റൊട്ടേഷണൽ ഡയറക്ടറായിട്ട് അയാൾ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ അയാൾക്ക് റൊട്ടേഷണൽ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാം, കുഴപ്പമില്ല. സിൻസ് ഇറ്റ് വുഡ് റിസൾട്ട് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് സെക്ഷൻ 152. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. Now, G Limited has 6 directors, 5 rotational and 1 non-rotational. ഇതുവരെ കുഴപ്പമില്ല. The company intends to appoint a non-rotational director. നോക്കൂ, ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. നോൺ റൊട്ടേഷണൽ അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് കേട്ടിട്ട് വയലേഷൻ പറയണ്ട. നമ്മൾ 2/3 എടുത്ത് നോക്കിയാൽ മതി. ദ കമ്പനി ക്യാൻ അപ്പോയിന്റ് എ ഡയറക്ടർ. കമ്പനി ക്യാൻ അപ്പോയിന്റ് എന്ന് പറഞ്ഞത് എ ഡയറക്ടർ ആസ് നോൺ റൊട്ടേഷണൽ ഡയറക്ടർ സിൻസ് ഇറ്റ് വുഡ് നോട്ട് റിസൾട്ട് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് സെക്ഷൻ 152. കാരണം എന്താ വെച്ചാൽ ഇവിടെ 2 ആവുള്ളൂ. അപ്പോഴും ആ 2/3 എന്താണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. അതാണ്. Now, 8 H Limited has 6 directors and 4 rotational and 2 non-rotational. ഇതുവരെ കുഴപ്പമില്ല. And the company intends to appoint a rotational director. ഇവിടേക്കാണ് വരുന്നത് റൊട്ടേഷണലിൽ. അപ്പോഴും കമ്പനി എന്ത് ചെയ്യും? അപ്പോഴും വയലേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് കമ്പനി ക്യാൻ അപ്പോയിന്റ്. കാരണം റൊട്ടേഷനിലാണ്. നോൺ റൊട്ടേഷനിൽ വരുമ്പോഴേ പ്രശ്നമുള്ളൂ. 2/3 വയലേറ്റ് ചെയ്യപ്പെടും. Or as a rotational director, since it would not result in contravention of section 152. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ റൊട്ടേഷണൽ നോൺ റൊട്ടേഷണൽ എന്നുള്ളത് ക്ലാരിഫൈഡ് ആയി എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ.